LF ഇന്റർനാഷണൽ സ്കൂളിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ ചർച്ച സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ റിയാദിലെ സാഹിത്യരംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. പ്രകാശം പരത്തിയ 15 വർഷം എന്ന തലക്കെട്ടിൽ നടക്കുന്ന വിദ്യാലയത്തിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ റിയാദിലെ പ്രമുഖ എഴുത്തുകാരായ ജോസഫ് അതിരുങ്കൽ, സബീന എം സാലി, എം ഫൈസൽ, നജീം കൊച്ചുകല്ലിങ്ക് തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. കേരളപ്പിറവിയുടെ 68ാമത് വാർഷികം ആഘോഷിക്കുമ്പോഴും 64 വയസ്സുള്ള ഗൾഫ് പ്രവാസത്തെ മറക്കരുതെന്നും ആദ്യകാല കുടിയേറ്റത്തിലെ മനുഷ്യരുടെ ജീവിതം പോലും വേണ്ടത്ര രീതിയിൽ ഗൾഫ് സാഹിത്യത്തിൽ വന്നിട്ടില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജോസഫ് അതിരുങ്കൽ പറഞ്ഞു. 1960 മുതൽ ആരംഭിക്കുന്ന ഗൾഫ് പ്രവാസത്തിന് 64 വയസ്സായി. ചുരുക്കി പറഞ്ഞാൽ 68 വയസ്സുള്ള കേരളത്തിലും 64 വയസ്സുള്ള ഗൾഫ് പ്രവാസത്തിലും വലിയ സമാനതകളുണ്ട്. ഒരു 3 തലമുറയാണ് പ്രധാനമായിട്ടും ഈ 60കളിൽ തുടങ്ങി 2024 അവസാനിക്കുന്ന പ്രവാസത്തിലുള്ളത്. ആദ്യത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പത്തേമാരിയിലും ലോഞ്ചിലും വക്കത്തെ ഭൂമി തേടി യാത്ര ചെയ്തിട്ടുള്ള നിസ്വരായ ചെറുപ്പക്കാർ. പ്രവാസി സാഹിത്യം എന്നൊന്നില്ലെന്നും തൊഴിൽ തേടി പ്രവാസ ലോകത്തെത്തിയവർ അവരുടെ അനുഭവങ്ങൾ വളച്ചുകെട്ടില്ലാതെ തുറന്നെഴുതുമ്പോഴാണ് മികച്ച രചനകൾ പിറവിയെടുക്കുന്നതെന്നും ഇവിടുത്തെ അനുഭവങ്ങൾ തുറന്നെഴുതാൻ എഴുത്തുകാർ തയ്യാറാക്കണമെന്നും പ്രമുഖ സാഹിത്യകാരി സബീന എം സാലി പറഞ്ഞു. ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും മലയാളികളുടെ ഗൾഫ് പ്രവാസത്തിൽ നിന്ന് കൂടുതൽ ഉത്കൃഷ്ടമായ എഴുത്തുകൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം ഫൈസൽ പറഞ്ഞു. വിഭവസമൃദ്ധമാണ് പ്രവാസ ലോകത്തെ സാഹിത്യരംഗമെന്നും ബാബു ഭരദ്വാജിനും മുസഫർ അഹമ്മദിനു ശേഷം കിടയറ്റ സൃഷ്ടികൾ ഇനിയും പിറവിയെടുക്കേണ്ടതുണ്ടെന്നും അതിനുവേണ്ട പശ്ചാത്തലം പ്രവാസ ലോകത്ത് സുലഭമാണെന്നും നജീം കൊച്ചുകല്ലിങ്ക് അഭിപ്രായപ്പെട്ടു. മലയാള സാഹിത്യം ലോക വായനയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളതെന്ന് ബീന ഫൈസൽ പറഞ്ഞു. കുടിയേറ്റ മലയാളികളുടെ ധാരാളം രചനകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഷാർജ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതും പ്രതീക്ഷ നൽകുന്നതായും അവർ വിലയിരുത്തി. പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പുസ്തകമേളയുടെ ഉദ്ഘാടന കർമ്മം അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ CEO ലുക്മാൻ അഹമ്മദ് നിർവഹിച്ചു. ഖമർ ബാനു, സന്ധ്യ ഷാജി, അനസ് കാരയിൽ എന്നിവർ സംബന്ധിച്ചു. മലയാളത്തിലെ പ്രമുഖരുടെ തെരഞ്ഞെടുത്ത 500ഓളം രചനകൾ മേളയിൽ ലഭ്യമാക്കിയിരുന്നു. ബീന ഫൈസൽ മോഡറേറ്ററായിരുന്നു. 24 റിയാദ്.